Okay, the sixth amendment, OT and ET, Environment and Ecology, Unit 5 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ് നമ്പർ 1, എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എയിംസ്. എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്താണ് ഗുണം? അത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യും, അത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കും, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ആൻസർ ബി ആണ്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ്, അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. മൂന്ന് ഡെവലപ്പ് ചെയ്ത് മാത്രമേ റെസ്പോൺസിബിൾ ബിഹേവിയർ ഡെവലപ്പ് ആവുള്ളൂ. ആൻസർ ബി ആണ്. മെയിൻ ഗോൾ ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഈസ്, എന്തിനാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആവാനും, അവർ കറക്റ്റ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും, അവർ കൺസർവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ഏജൻസി റെസ്പോൺസിബിൾ ഫോർ ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിൾ ഏജൻസി യുണൈറ്റഡ് നേഷൻ്റെ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമാണ്. അപ്പം എൻവയോൺമെൻറ്റ് ഇഷ്യൂസിൽ വർക്ക് ചെയ്യുന്ന ഏജൻസിയാണ്. ആൻസർ ബി ആണ്. WHO ഡീൽസ്. WHO ബേസിക്കലി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ആൻസർ ബി ആണ്. യുനെസ്കോ എന്താ ചെയ്യുന്നത്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഭാഗമാണ്. ആൻസർ ബി ആണ്. ചിപ്കോ മൂവ്മെൻറ്റ് വാസ് റിലേറ്റഡ് ടു. ചിപ്കോ മൂവ്മെൻറ്റ് എപ്പോഴാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് ഫോറസ്റ്റ് കൺസർവേഷൻ വേണ്ടിയാണ്. പീപ്പിൾ ഹഗ് ട്രീസ് ടു പ്രിവെൻറ്റ് കട്ടിങ്. മരത്തിനെ അവർ കെട്ടിപ്പിടിച്ചാണ് നിൽക്കുമായിരുന്നു, അതിനെ മുറിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ ആൻസർ ബി ആണ്. ചിപ്കോ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഉത്തരാഖണ്ഡ്. ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡ് സ്ഥലത്താണ്, ഹിമാലയൻ റീജിയൻസിലാണ്. ആൻസർ ബി ആണ്. സൈലന്റ് വാലി മൂവ്മെൻറ്റ് എയിം ടു സേവ് ദി ഫോറസ്റ്റ് ആണ്. ആൻസർ ബി ആണ്. അത് കേരളത്തിലാണ് അത് ചെയ്യുന്നത്. ബിഷ്ണോയ് കമ്മ്യൂണിറ്റി രാജസ്ഥാനിലുള്ള കമ്മിറ്റിയാണ്. അവരും ഈ മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ട്രീ പ്രൊട്ടക്ഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ് ഫ്യൂച്ചറിലേക്കുള്ള നമ്മൾ കരുതിയിട്ട് ഇപ്പോഴേ പല കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓവർ യൂസ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ബാലൻസ്ഡ് യൂസ്. എൻവിറോൺമെൻറ്റൽ എത്തിക്സ് ഡീൽസ് വിത്ത്. എൻവിറോൺമെൻറ്റൽ എത്തിക്സ് എന്ന് വെച്ചാൽ എന്താണ്? മോറൽ വാല്യൂസ് ടുവേഴ്സ് എൻവിറോൺമെൻ്റ് ആണ് എൻവിറോൺമെൻറ്റൽ എത്തിക്സ്. ആൻസർ ബി ആണ്. നമ്മൾ ഉത്തരവാദിത്തമായിട്ട് എൻവിറോൺമെൻറ്റ് ആയിട്ട് ഡീൽ ചെയ്യുക. അപ്പോൾ ആൻസർ ബി ആണ്. എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ്. ആൻസർ 1986 ആണ്. വാട്ടർ ആക്ട് 1974 ആണ്. വാട്ടർ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആക്റ്റാണ്. എയർ ആക്ട് എയർ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആക്റ്റാണ്. അത് 1981 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എനാക്ട് ചെയ്തത്. എൻവയോൺമെൻറ്റ് അവയർനെസ് കൊണ്ട് ഗുണം അതാണ്, കൺസർവേഷൻ ഹെൽപ്പ് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻസർ ബി ആണ്. NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, അവരുടെ റോളുണ്ട്. അവർ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യും. ആൻസർ ബി ആണ്, അവയർനെസ്. ചിപ്കോ മൂവ്മെൻറ്റ് ലീഡറിൻ്റെ പേര് സുന്ദർലാൽ ബഹുഗുണ എന്നാണ്. പുള്ളിയാണ് ഇത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ മരത്തിനെയും കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്, അതിനെ മരത്തിന് മുറിക്കാൻ സമ്മതിക്കുക. അപ്പോൾ പുള്ളി ഒരു ഫേമസ് എൻവിറോൺമെൻറ്റൽ ആക്ടിവിറ്റിസ്റ്റ് ആയിരുന്നു, സുന്ദർലാൽ ബഹുഗുണ. സൈലന്റ് വാലി എവിടെയാണ്? കേരളത്തിലാണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഒരുപാട് ദ്വീപിൽ ഉള്ളൊരു സ്ഥലമാണ്. ബിഷ്ണോയ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് പ്രൊട്ടക്റ്റിംഗ് ലൈഫ്. ആൻസർ ബി ആണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ലാൻഡിനെയും വെള്ളത്തിനെയൊക്കെ ഫ്യൂച്ചറിൽ വേണ്ടി സസ്റ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരുപാട് മിസ്യൂസ് ചെയ്യുക, ഓവർ യൂസ് ചെയ്യാതെ കൺസർവ് ചെയ്ത് യൂസ് ചെയ്യുന്നു, ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതലും ഒരുപാട് സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഓർഗാനിക് മെത്തേഡ്സ് ആണ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. എൻവയോൺമെൻറ്റൽ ലോ എൻഷുർ ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എൻഷുർ ചെയ്യും. ആൻസർ ബി ആണ്. എഡ്യൂക്കേഷൻ കൊണ്ട് അവയർനെസ് പ്രൊമോട്ട് ആവും. ആൻസർ ബി ആണ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഹെൽപ്സ് പൊല്യൂഷൻ കൺസർവേഷൻ ഡിസ്ട്രക്ഷൻ, കൺസർവേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാരത് ഇൻവോൾവ് ആവുന്നു, എന്നിട്ട് അവരും കൂടെ
ഒന്നിച്ച് വർക്ക് ചെയ്യുക. അപ്പം പീപ്പിൾ മൂവ്മെൻ്റ് ആണ് അതിന് ഇമ്പോർട്ടൻ്റ്. ആൻസർ ബി ആണ്. എൻവോൺമെൻറ്റ് മൂവ്മെൻറ്റ് ഹെൽപ്പ് എയിം അറ്റ്. എൻവോൺമെൻറ്റ് പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് മെയിൻ എൻവോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ആൻസർ ബി ആണ്. ഗ്രീൻ മൂവ്മെൻറ്റ് ഫോക്കസ് ഓൺ കൺസർവേഷൻ eco friendly actions ആണ്. ആൻസർ ബി ആണ്. എത്തിക്സ് പ്രൊമോട്ട്. എത്തിക്സ് കൊണ്ട് എന്താണ്? റെസ്പോൺസിബിൾ ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻസർ റെസ്പോൺസിബിലിറ്റി ബി. എൻവിറോൺമെന്റ് പോളിസി ഇൻഷുവേഴ്സ് റെഗുലേഷൻ. അതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, ആക്ഷൻസിനെ ഗൈഡ് ചെയ്യും. ആൻസർ ബി ആണ്, റെഗുലേഷൻ. എഡ്യൂക്കേഷൻ സ്കൂൾ ലെവൽ ബിൽഡ് അവയർനെസ് ഏർലി. തുടക്കത്തിലെ കുട്ടികളുടെ മനസ്സിൽ അറിവുണ്ടാവും, അപ്പോൾ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, ഏർലി ലേണിംഗ് ഇസ് ഇമ്പോർട്ടൻ്റ്. ആൻസർ ബി ആണ്. ചിപ്പ് മൂവ്മെന്റ് മീൻസ് മരത്തിനെ കെട്ടിപ്പിടിക്കാനുള്ളതാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ഹഗ്. സൈലന്റ് വാലി സേവ്ഡ്. സൈലന്റ് വാലി കൊണ്ട് എന്താണ് സേവ് ചെയ്തത്? നമ്മൾ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിനെയാണ് സേവ് ചെയ്തത്. റെയിൻ ഫോറസ്റ്റ് ആണത്. ആൻസർ ബി ആണ്. വിഷ്ണു സാക്രിഫൈസ്. വിഷ്ണു കമ്മ്യൂണിറ്റി രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റിയാണ്. അത് ലൈവ്സ് ഫോർ ട്രീസ്. ആൻസർ ബി ആണ്. എൻവോൺമെന്റൽ എത്തിക്സ് ഇൻക്ലൂഡ്സ് കെയർ ഫോർ നേച്ചർ. ആൻസർ എ ആണ്. ലോ എൻഫോഴ്സ്മെന്റ് എൻഷ്യൂർസ് കംപ്ലയൻസ്. പല സമയത്തും നമുക്ക് നല്ല ഇൻഫർമേഷൻ കൊടുത്താലോ പഠിപ്പിച്ചാൽ പോരാ, നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ആൾക്കാർ അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ ആൻസർ ബി ആണ്. സസ്റ്റൈനബിൾ ലിവിങ് മീൻസ് നമ്മൾ റിസോഴ്സിന് ലിമിറ്റഡ് യൂസ് ചെയ്യുന്നു, ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് അവൈലബിൾ ആക്കുന്ന രീതിയിൽ ചെയ്യുന്നു. അതിനാണ് സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, എക്കോ ഫ്രണ്ട്ലി ലൈഫ്. അവയർനെസ് ക്യാമ്പയിൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ആൾക്കാരെ അവെയർ ആക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിനാണ്. നോളജ് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ആൻസർ ബി ആണ്. ഇക്കോ ക്ലബ്സ് പ്രൊമോട്ട്. പലതരത്തിൽ ക്ലബുകളുണ്ട്. അതിന് ഇക്കോ ക്ലബ് എന്ന് പറയുന്നത് അവർ കൺസർവേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ജോലിയായിട്ടാണ് അവർ നിൽക്കുന്നത്. ആൻസർ ബി ആണ്. സ്റ്റുഡൻസിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഏജൻസീസ് ഇൻക്ലൂഡ്. ഇതിലിപ്പോൾ ഗവൺമെൻറ് ഏജൻസി പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് പലതരത്തിലെ പൊല്യൂഷനെ ചെക്ക് ചെയ്യുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൺട്രോൾസ് പൊല്യൂഷൻ. ആൻസർ ബി ആണ്. എൻവോൺമെൻറ്റ് ഓഡിറ്റ്. എന്തിനാണ് ഓഡിറ്റ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ചെയ്തതും ചെയ്യാത്തതും അതിൻ്റെ എല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം കംപ്ലയൻസ് ചെക്ക് ചെയ്യുന്നതാണ്. ആൻസർ ബി ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്റ്സ് നമ്മൾ ബാലൻസ് ആയിട്ട് പോകുന്ന, ഓവർ യൂസ് ചെയ്യുന്ന റിസോഴ്സിന് ഫ്യൂച്ചറിന് വേണ്ടി റിസോഴ്സിനെ കരുതുന്നു. ലോങ് ടേം ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻസർ ബി ആണ്, ബാലൻസ് ഗ്രോത്ത് ആൻഡ് എൻവോൺമെൻറ്റ്. ഇന്റർനാഷണൽ കോഓപ്പറേഷൻ എന്തിനാണ്? പല രാജ്യങ്ങളും തമ്മിലുള്ള കോഓപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻവോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ബി ആണ്, പ്രൊട്ടക്ട് എൻവിറോൺമെൻറ്റ്. എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ എൻവോൺമെൻറ്റിന് കേടുണ്ടാക്കാത്ത പ്രോഡക്ട്സ് ആണ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ്. ആൻസർ ബി ആണ്, സേഫ് ഫോർ എൻവിറോൺമെൻറ്റ്. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്സ് അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടി ആണത്. അപ്പോൾ ആൻസർ ബി ആണ്, പ്രൊട്ടക്ട് നേച്ചർ. എൻവിറോൺമെൻറ്റ് പ്ലാനിങ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി കൺസർവേഷൻ ആണ് നമ്മൾ എയിം. അപ്പോൾ ആൻസർ ബി ആണ്, ഓർഗനൈസ്ഡ് പ്ലാനിങ് പ്രൊട്ടക്ഷൻ. പബ്ലിക് പാർട്ടിസിപ്പേഷൻ എസെൻഷ്യൽ ആണ്. കാരണം ഗവൺമെൻറ് മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ നടക്കത്തില്ല. എല്ലാവരും കൂടെ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ബി ആണ്, എസെൻഷ്യൽ. എൻവിറോൺമെൻറ്റ് ലിറ്ററസി. അറിവ് ഉള്ളത് നല്ലതാണ്, എങ്കിൽ മാത്രമേ നമുക്ക് റെസ്പോൺസിബിലിറ്റി ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആവുള്ളൂ. അപ്പം നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോളജ് ഇൻക്രീസ് ചെയ്യാനുള്ളതാണ്. ആൻസർ ബി ആണ്. എക്കോ ബാലൻസ് മെയിൻറ്റെയിൻ ബൈ. എക്കോളജിയിൽ എക്കോസിസ്റ്റത്തിൽ പല തരത്തിലുള്ള ജീവികളുണ്ട്. എല്ലാം തമ്മിൽ ബാലൻസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ എക്കോസിസ്റ്റത്തെ കൺസർവ് ചെയ്യണം. ആൻസർ ബി ആണ്. അവയർനെസ് റെഡ്യൂസസ്. അവയർനെസ് ഉണ്ടെങ്കിൽ
ഗവൺമെൻറ് ദോഷം വരാതെ നോക്കാം. അപ്പോൾ ആൻസർ ബി ആണ്, പൊല്യൂഷൻ കുറയ്ക്കും. ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിന്ന് എടുക്കുക, എന്നിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തോളാം. അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചാനലിൽ നിന്ന് നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.